ഏപ്രിൽ 21 മുതൽ 30 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന സഹകരണ എക്സ്പോയുടെ പ്രചരണാർത്ഥമുള്ള മാവേലിക്കര താലൂക്ക് തല വിളംബര ജാഥ ഭരണിക്കാവിൽ നടന്നു. കറ്റാനം പോപ്പൈസ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ KP റോഡിൽ മൂന്നാംകുറ്റി ജംഗ്ഷനിൽ സമാപിച്ചു. ഏപ്രിൽ 21 മുതൽ 30 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന സഹകരണ എക്സ്പോയുടെ പ്രചാരണാർത്ഥം മാവേലിക്കര താലൂക്ക് തല വിളംബര ജാഥ ഭരണിക്കാവിൽ നടന്നു. കറ്റാനം പോപ്പൈസ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ KP റോഡിൽ മൂന്നാംകുറ്റി ജംഗ്ഷനിൽ സമാപിച്ചു. മാവേലിക്കര താലൂക്കിലെ മുഴുവൻ സഹകരണ ജീവനക്കാരും സഹകരണ സംഘങ്ങളുടെ ഭരണസമിതി അംഗങ്ങളും സഹകാരികളും റാലിയിൽ പങ്കെടുത്തു. പ്രത്യേക ഡ്രസ് കോഡ് റാലിയിലുണ്ടായിരുന്നു. എക്സ്പോയുടെ വിളംബര പതാകയുമായി വെള്ള കുതിരപ്പുറത്ത് സംഘാടകരിൽ ഒരാളായ അധീഷ് സഞ്ചരിച്ചത് ശ്രദ്ധേയമായി. ഇതിനു പിന്നാലെ ട്രാക്ടറുകളിൽ കർഷകരും അതിനു പിന്നാലെ റാലിയും എന്ന നിലയിലായിരുന്നു ക്രമീകരണം. വാദ്യമേളങ്ങളും തെയ്യം ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളും കൊടികളും ബാനറുകളും ബലൂണുകളും റാലിയെ വർണ്ണപ്പകിട്ടാക്കി. മാവേലിക്കര സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിലായിരുന്നു വിളംബര റാലി സംഘടിപ്പിച്ചത്. മാവേലിക്കര സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ മുരളി തഴക്കര, മാവേലിക്കര അസിസ്റ്റന്റ് സഹകരണ രജിസ്ട്രാർ രജനി, പ്രൈമറി കോഓപ്പറേറ്റീവ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കോശി അലക്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള ഏറ്റവും വലിയ പ്രദർശന വിപണന മേളയാണ് സഹകരണ എക്സ്പോ. തിരുവനന്തപുരത്ത് കനകക്കുന്നിലാണ് ഇത് നടക്കുന്നത്. കേരളത്തിലെ മികച്ച സഹകരണ സംഘങ്ങളുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളെല്ലാം മേളയിൽ അണിനിരത്തുന്നുണ്ട്. നൂറുകണക്കിന് സ്റ്റാളുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. CDN ന്യൂസ്, കായംകുളം.